ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനിമേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DC സിനിമ കണ്ട്, അതായത് അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്ത, പിന്നെ സിനിമയിൽ ഈ ലോകേഷ് കനകരാജിന്റെ ആദ്യത്തെ സിനിമയാണ്. ആസ് എ ആക്ടർ പിന്നെ വാമിക ഗബ്ബി ഉണ്ട്, പിന്നെ ഒരു ഫീമെയിൽ ഡയറക്ടർ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് പോകുന്ന ഒരു സിനിമയാണ് ഇത്. DC ദേവദാസ് ചന്ദ്ര. സിനിമ കണ്ട് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് അനിരുദ്ധാണ്. പിന്നെ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് കിടിലൻ സിനിമയാണ്, ഒരു രക്ഷയില്ല. അതായത് ഒരു കിടിലൻ ഒരു എന്താ പറയാ ആക്ഷൻ ഡ്രാമ വേണം പറയാം, അത്രയ്ക്ക് നന്നായിട്ടുണ്ട് സിനിമ. ആ ഒരു സിനിമ പോകുന്ന രീതിയായാലും എല്ലാം ഓരോ വെച്ചിട്ട് നല്ലൊരു സിനിമ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആദ്യം ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു ഹോപ്പ് ഒന്നും ഇല്ല ഈ സിനിമക്ക് വേണ്ടിയിട്ട്. സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഹോപ്പ് ഒന്നും ഇല്ല. ഒരു റാൻഡമായിട്ട് കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലുണ്ടെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ മെയിൻലി ഈ സിനിമ കാണാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അനിരുദ്ധിന് മ്യൂസിക് തിയേറ്ററിൽ കേൾക്കാൻ പറഞ്ഞിട്ടാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പുള്ളിയുടെ ആ ഒരു ഇവാലുവേഷൻ ആയിട്ടുള്ള ചില സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ തിയേറ്ററിൽ കാണാൻ 4K അല്ല, ഈ ഡോൾബി അറ്റ്മോസിൽ കാണാന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ സെറ്റപ്പ് തന്നെ ഈ മ്യൂസിക് ഒക്കെ പുള്ളി ചെയ്യുന്നത്. അതായത് മുമ്പ് ഈ മറ്റേ ജയിലറിലും ഒരു നോർമൽ ആയിട്ടുള്ള തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടാൽ അത് ആ ഒരു ഫീൽ കിട്ടുമെന്നാണ്. അത് വെച്ചിട്ട് ഈ സിനിമ കൂടി ഒരു നോർമൽ ആയിട്ടുള്ള തിയേറ്ററിൽ തന്നെയാണ് പോയിട്ട് കണ്ടത്. 150 കൊടുത്തിട്ട് കണ്ടതാണ്. അടിപൊളിയായിട്ട് തന്നെ തോന്നി. ഒരു ഒരു കിഡിലൻ അറ്റ്മോസ്ഫിയറിൽ കണ്ടാൽ ഈ സിനിമ നിങ്ങൾക്ക് കിഡിലനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സിനിമയെ കുറിച്ചിട്ട് പറയാൻ, അതായത് ഒരു ഗാങ്സ്റ്റർ രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. അതായത് ഒരു മർഡർ, ബ്രൂട്ടൽ ആയിട്ടുള്ള, അതായത് ഈ നോർമൽ രീതിയിലുള്ള ആക്ഷൻ ഒന്നുമില്ല, ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ളത്. സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്കുള്ളത്. അതായത് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ സിനിമ എനിക്ക് ട്രൈ ചെയ്യാൻ. അത് നന്നായിട്ടുണ്ട്. പിന്നെ സിനിമയെ കുറിച്ചിട്ട് പറയാൻ, അതായത് അരുൺ മാധേശ്വറിന്റെ 30 സിനിമ ക്യാപ്റ്റൻ മില്ലർ എനിക്ക് നന്നായിട്ട് വർക്ക് ആയി. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ അടിപൊളി സിനിമയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ ഇത് ആദ്യത്തെ സിനിമയാണ് ലൊക്കേഷൻ തന്നെ. സോ ലൊക്കേഷൻ ഇനി എപ്പോഴാ ഈ മറ്റേ LCU കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. പുള്ളിയുടെ അടുത്ത കൈദിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എപ്പോഴാ ചെയ്യുന്നോ അറിയില്ല. പെട്ടെന്ന് ചെയ്യാൻ നോക്കുന്നു ലൊക്കേഷൻ. സോ അത് കൈദിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പക്ഷെ പുള്ളി ഈ സിനിമയിൽ കിട്ടിയ പെർഫോമൻസ് ആണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പുള്ളി കിട്ടിയ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ദേവദാസ് പറഞ്ഞ ക്യാരക്ടറിനെ പുള്ളി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് വാമിക ഗബ്ബി. ഈ സിനിമയുടെ ഒരു ടർണിംഗ് പോയിന്റ് വേണമെങ്കിൽ പറയുന്നത് അത് വാമിക ഗബ്ബിന്റെ ക്യാരക്ടർ എൻട്രോ ചെയ്യുമ്പോൾ ആണ്. അതിന്റെ ശേഷമാണ് ഒരു ടർണിംഗ് ആവുന്നത് ഈ സിനിമ. ആ ഒരു സ്ലോ പേസിൽ പോയാണ് സിനിമ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുന്നത് അതിന് ശേഷമാണ്. അതായത് കിഡ്ലെ ക്യാരക്ടറാണ്. ക്യാരക്ടർ, ആ ഒരു കോസ്റ്റ്യൂം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പിന്നെ പറയണ, അതായത് സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസിലാണ് പോകുന്നത്, ഒരു നോർമൽ രീതിയിൽ പോകുന്നത്. പക്ഷെ എല്ലാത്തിനും ഈ സിനിമ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് തന്നെയാണ്. പുള്ളി നെക്സ്റ്റ് ലെവലാക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് പറയാനൊരു വാക്കില്ല, കിട്ടിലൊന്നാക്കിയിട്ടുണ്ട്. ഞാൻ മറ്റേ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത് തന്നെ പുള്ളിയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കേൾക്കാൻ തന്നെയാണ്. ഒരു രക്ഷയില്ല, അകത്തിരുണ്ട് സിനിമ. ഈ മ്യൂസിക് ഒക്കെ ഇല്ലെങ്കിൽ കുറച്ച് ബോർ ആവട്ടിയും തോന്നിയിട്ടുണ്ട്. എനിക്കൊരു തോന്നിയ പോലെ ഒരു ഇല്ലെങ്കിൽ ബോർ ആവട്ടി. കിടില മ്യൂസിക് സ്കോർസ് ഒന്നും ഇല്ലെങ്കിൽ ഈ സിനിമ ഭയങ്കര ബോർ ആവട്ടിയും ഫീൽ ചെയ്തൊന്നും. പിന്നെ പറയുകയാണെങ്കിൽ ആ ഇന്റർവെൽ, ആ രാഗ ഓഫ് റിവെഞ്ച് ഒരു രക്ഷയില്ല. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൂടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്റർവൽ, കിട്ടില്ല ഇന്റർവൽ കാണാൻ പറയാം, അടിപൊളിയായിട്ടുണ്ട് ഇന്റർവല്. സിനിമാറ്റോഗ്രഫി ആയാലും കളർ ഗ്രേഡ് ഒക്കെ ആയാലും ഒരു ഡീസെന്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്റർവൽ എനിക്ക് നന്നായിട്ട് വർക്കായി. കിട്ടില്ല ഇന്റർവൽ കാണാൻ പറയാം, ഒരു സെറ്റ് ഇന്റർവൽ ആക്കിയിട്ടുണ്ട്. പിന്നെ അവസാനം ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഒക്കെ കിട്ടിലാക്കിയിട്ടുണ്ട്. ഒരു നല്ലൊരു ഗ്രിപ്പിംഗ് ചെയ്യുന്ന മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഫ്രം ദി ബിഗിനിങ് ടെൻഡ് വരെ അത്യാവശ്യം നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റും. മെയിൻലി ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തന്നെയാണ്. അല്ലാതെ ഒരു നോർമൽ ബേസിൽ പോകുന്ന സിനിമ പോലെ ആയിരുന്നു. പക്ഷെ ഈ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്ലാസിക് ആണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, കിട്ടിലാക്കിയിട്ടുണ്ട്. ചില മറ്റേ വേടന്റെ മ്യൂസിക്, ആ ബൂംബാട്ടിക്ക ഒരു രക്ഷയില്ല. തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് പറഞ്ഞു ഒരു രക്ഷയില്ല, കിട്ടിലാക്കിയിട്ടുണ്ട്. ആ ഒരു പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന ആ മ്യൂസിക്കിന് ഒരു രക്ഷയില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമ നന്നായിട്ട് വർക്കായി. അതായത് ഒരു ബെസ്റ്റ് ആക്ഷൻ ഡ്രാമ വേണമെന്ന് പറയാം. അത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഇത്. അതായത് ഒരുപാട് ദിവസമായി ഈ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാതെ ഒരു റീൽസ് ഷോർട്ട് വീഡിയോസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സിനിമ കാണാനേ പോകാനേ പറ്റില്ല, തിയേറ്ററിലോട്ട് പോയിട്ടേ ഇല്ല. ഒരുപാട് ദിവസമായി. അവസാനമായി സിനിമ കണ്ടത് എന്നറിയില്ല. അതിന് ശേഷമാണ് DC കാണുന്നത്. സ്പൈഡർമാൻ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാനൊന്നും ടൈം കിട്ടില്ല, വയ്യായിരുന്നു. പനിയൊക്കെ പിടിച്ചിട്ട് കിടപ്പിലായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് സ്പൈഡർമാൻ ഇനി OTT ഇറങ്ങിയാൽ കാണാൻ പറഞ്ഞിട്ട് വിചാരിച്ചതാണ്. DC കണ്ട്. പിന്നെ DC അടുത്തതായിട്ട് IMG കാണുന്നു, ഖലീഫ ഉണ്ട്,
ഒരുപാട് സിനിമാസ് ഉണ്ട്. ഇതൊക്കെ പൈസ എവിടെ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ PC എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് വർക്കായി. പിന്നെ ഈ സിനിമ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. ഒരു കിടിലൻ സിനിമ വേണം പറയാം. നല്ലൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ സിനിമ ട്രൈ ചെയ്യാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.